മലയാളത്തിൽ നിന്ന് ഒരു ത്രില്ലർ ഡ്രാമ OTT വന്നിട്ടുണ്ട്. രണ്ടാം യാമം. ഈ കൾട്ട് യക്ഷിപ്പടമില്ലേ, മലയാളത്തിലെ കൾട്ട് യക്ഷിപ്പടം യക്ഷിയും ഞാനും. അതിലത്തെ ഹീറോ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പടോട്ടാ. അതിൽ മേഘ്ന രാജൊക്കെ എന്നാ കിടുവായിരുന്നു. പിന്നെ നമ്മുടെ സ്വാസിക, ഇവരൊക്കെ അഭിനയിച്ച പടമാണ് രണ്ടാം യാമം. സോ ഇങ്ങനെയൊക്കെ പടം എടുക്കണേക്കാളും നിങ്ങൾക്ക് ഒരു യക്ഷിയും ഞാനും തന്നെ എടുത്തു വെക്കായിരുന്നു. ഞാൻ അതൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ബൈ ദ ബൈ, മനോരമ മാക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു OTT വേർഷൻ ആണ് മനോരമ മാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചേ പറ്റൂ. കാരണം രണ്ടുപേർക്കും ബോംബ് മാത്രം മതി. സോ രണ്ടാം യാമം എന്നൊക്കെ കേട്ടപ്പോ ഞാനൊരു പ്രേത സിനിമ എന്നാ വിചാരിച്ചു. നമ്മൾ പറയൂലേ, രാത്രിയുടെ രണ്ടാം യാമത്തിൽ അവൾ വന്നു. അപ്പൊ ഞാനൊരു യക്ഷിപ്പടമാണ്, ഹൊറർ പടമാണ് പറഞ്ഞിട്ടാണ് കണ്ടത്. ഇല്ലെങ്കിൽ മനോരമ മാക്സിന്റെ പടം എന്റെ പട്ടി കാണും. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ഭ്രമയുഗം മോഡാണ് പിടിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവമൊക്കെ. സിനിമ എന്നാണോ പറഞ്ഞത്? നോ, ഇറ്റ്സ് ആക്ച്വലി എ സീരിയൽ. സീരിയൽ എന്ന് പറയുന്നതാണ് കറക്റ്റ്. പണ്ട് സൂര്യ ടിവിയിലെ രക്തരക്ഷസ് സീരിയലൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെയാണ് സംഭവം എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് രസമുണ്ടായിരുന്നു. ഇത് ഞാൻ പറയാം. അപ്പൊ ഒരു ഇല്ലം ഉണ്ട്. ആ ഇല്ലത്ത് വലിയൊരു നമ്പൂതിരി ഉണ്ട്. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കഴിവുള്ള നമ്പൂതിരി. സുനാമിയൊക്കെ എപ്പോൾ ഉണ്ടാവുന്നൊക്കെ അങ്ങേര് പ്രെഡിക്ട് ചെയ്യും. സോ ഇങ്ങേരുടെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവിക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ കവടി നിരത്തി നോക്കിയിട്ട് ഇന്ന സമയത്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോണു ഉണ്ണി നമ്മുടെ ഇല്ലത്തിന്റെ യശസ് അങ്ങോട്ട് കൂട്ടാൻ അങ്ങോട്ട് പോണു എന്നൊക്കെ പറയുന്നുണ്ട്. അതേ സമയത്താണ് ട്വിൻസ് ജനിക്കുക. ട്വിൻസ് ജനിക്കുന്ന സമയത്ത് ഐഡന്റിക്കൽ ട്വിൻസ് അല്ല, ജനിക്കുന്ന